നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ റൺവേയിൽ എമിറേറ്റ്സിന്റെ കൂറ്റൻ വിമാനം ലാൻഡ് ചെയ്തപ്പോൾ രാഘവൻ മേനോന്റെ മനസ്സിൽ ഗൃഹാതുരത്വത്തിന്റെ തിരയിളക്കമുണ്ടായി. എന്നാൽ അരികിലിരുന്ന മകൾ മാളവികയ്ക്ക് അതൊരു നീണ്ട യാത്രയുടെ മടുപ്പ് മാത്രമായിരുന്നു സമ്മാനിച്ചത്. ഓട്ടോമാറ്റിക് ഗ്ലാസ് വാതിലുകൾ തുറന്ന് പുറത്തേക്കിളങ്ങിയ നിമിഷം കേരളത്തിന്റെ ഈർപ്പമുള്ള ചൂട് അവരെ പൊതിഞ്ഞു. ലണ്ടനിലെ തണുപ്പിൽ ശീലിച്ച മാളവികയുടെ വെളുത്ത ചർമ്മത്തിൽ വിയർപ്പുതുള്ളികൾ പൊടിഞ്ഞു. അവൾ അസ്വസ്ഥതയോടെ തന്റെ ഡിസൈനർ സൺഗ്ലാസ് ശരിയാക്കി. "ഡാഡ്, ഇറ്റ്സ് സോ ഹ്യൂമിഡ് ഹിയർ. ഈ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല," അവൾ മുഖം ചുളിച്ചുകൊണ്ട് പരാതിപ്പെട്ടു. രാഘവൻ മേനോൻ പുഞ്ചിരിയോടെ ചുറ്റും നോക്കി. ആ ചൂടിലും നാടിന്റെ ഗന്ധമുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി. "മാളു, ഇതാണ് നമ്മുടെ നാട്. ഈ ചൂടിനും വിയർപ്പിനും ഒരു പ്രത്യേക സുഖമുണ്ട്. കുറച്ചു ദിവസം കഴിയുമ്പോൾ നീ ഇതുമായി ഇണങ്ങിക്കോളും." ലണ്ടനിലെ പ്രശസ്തമായ ബിസിനസ് ഗ്രൂപ്പിന്റെ ചെയർമാനാണ് രാഘവൻ മേനോൻ. തിരക്കുകൾക്കിടയിലും മകൾ മാളവികയുടെ 18ാം ജന്മദിനം തന്റെ വേരുകളുള്ള ഈ മണ്ണിൽ വെച്ച് ആഘോഷിക്കണമെന്നത് അദ്ദേഹത്തിന്റെ നിർബന്ധമായിരുന്നു. എന്നാൽ മാളവികയെ സംബന്ധിച്ചിടത്തോളം കൊച്ചി എന്നത് ഗൂഗിൾ മാപ്പിലെ ഒരു സ്ഥലം മാത്രമായിരുന്നു. അവളുടെ മനസ്സിൽ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റിയ കുറച്ച് എക്സോട്ടിക് ചിത്രങ്ങളും പഞ്ചനക്ഷത്ര ഹോട്ടലിലെ സ്പായും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. വിമാനത്താവളത്തിന് പുറത്ത് ഡ്രൈവർ രമേശൻ കറുത്ത ബെൻസ് എസ് ക്ലാസ് കാറുമായി കാത്തുനിൽപ്പുണ്ടായിരുന്നു. ലഗേജുകൾ ഡിക്കിയിൽ കയറ്റുമ്പോഴും മാളവിക ഫോണിൽ ലണ്ടനിലെ കൂട്ടുകാരുമായി ചാറ്റ് ചെയ്യുകയായിരുന്നു. എയർ കണ്ടീഷണറിന്റെ കുളിർമയുള്ള കാറിനുള്ളിലിരുന്ന് അവൾ പുറത്തേക്ക് നോക്കി. റോഡിനിരുവശവും തിങ്ങിനിറഞ്ഞ തെങ്ങുകളും വലിയ പരസ്യബോർഡുകളും അലക്ഷ്യമായി ഓടുന്ന വാഹനങ്ങളും. ഇടയ്ക്കിടെയുണ്ടാകുന്ന ട്രാഫിക് ബ്ലോക്കുകൾ അവളെ അസ്വസ്ഥയാക്കി. "ഇവിടെ എല്ലാവരും ഇത്ര തിരക്കിലാണോ?" അവൾ പുച്ഛത്തോടെ ചോദിച്ചു. നഗരത്തിലെ ഏറ്റവും വലിയ പഞ്ചനക്ഷത്ര ഹോട്ടലായ ഗ്രാൻഡ് ഹയാത്തിന്റെ പോർട്ടിക്കോയിൽ കാർ വന്നു നിന്നു. പരമ്പരാഗത വേഷം ധരിച്ച ജീവനക്കാർ ആരതിയൊഴിഞ്ഞും മുല്ലപ്പൂ മാലയണിയിച്ചും അവരെ സ്വീകരിച്ചു. ലോബിയുടെ ആഡംബരം കണ്ടിട്ടും മാളവികയ്ക്ക് വലിയ മതിപ്പൊന്നും തോന്നിയില്ല. റൂമിലെത്തിയിട്ടും അവളുടെ മനസ്സ് നാളെ നടക്കാൻ പോകുന്ന പാർട്ടിയെക്കുറിച്ചും താൻ അണിയാൻ പോകുന്ന വസ്ത്രത്തെക്കുറിച്ചും മാത്രമായിരുന്നു ചിന്തിച്ചിരുന്നത്. ജനാലയ്ക്ക് പുറത്ത് കായലിന്റെ മനോഹാരിത പരന്നു കിടക്കുന്നത് കാണാൻ അവൾ മറന്നുപോയി. വൈകുന്നേരത്തെ വെയിൽ ചാഞ്ഞു തുടങ്ങിയപ്പോൾ രാഘവൻ മേനോൻ മാളവികയും കൂട്ടി പുറത്തിറങ്ങി. ലക്ഷ്യം കൊച്ചിയുടെ ചരിത്രമുറങ്ങുന്ന മട്ടാഞ്ചേരിയും ഫോർട്ട് കൊച്ചിയുമാണ്. "ഡാഡ്, പ്ലീസ്, ആ ക്രൗഡിലേക്ക് പോകാൻ എനിക്ക് വയ്യ. നമുക്ക് ലുലു മോളിൽ പോയാൽ പോരെ? അവിടെയാവുമ്പോൾ AC ഉണ്ടാവുമല്ലോ." കാറിൽ കയറുമ്പോൾ മാളവിക കെഞ്ചി. രാഘവൻ മേനോൻ മകളെ വാത്സല്യത്തോടെ നോക്കി. "മാളു, ഇതാണ് നമ്മുടെ നാട്. ഈ ചൂടിനും വിയർപ്പിനും ഒരു പ്രത്യേക സുഖമുണ്ട്. കുറച്ചു ദിവസം കഴിയുമ്പോൾ നീ ഇതുമായി ഇണങ്ങിക്കോളും." കാറ് ജൂതത്തെരുവിന്റെ കവാടത്തിൽ നിർത്തി. അവർ പുറത്തിറങ്ങി നടക്കാൻ തുടങ്ങി. ഇഞ്ചി, കുരുമുളക്, ഏലം എന്നിവയുടെ രൂക്ഷമായ ഗന്ധം കാറ്റിൽ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ഇടുങ്ങിയ തെരുവുകൾക്കിരുവശവും പഴയ കൊളോണിയൽ കെട്ടിടങ്ങൾ, നിറയെ വിദേശ സഞ്ചാരികളും കച്ചവടക്കാരും. "ലുക്ക് അറ്റ് ദിസ് ഡാഡ്, ഇറ്റ്സ് സോ ഡേർട്ടി ആൻഡ് ക്രൗഡഡ്." വഴിയൊരുകിലെ ഓടകളും തിക്കിത്തിരക്കുന്ന ഓട്ടോറിക്ഷകളും കണ്ട് മാളവിക മുഖം ചുളിച്ചു. അവളുടെ വിലക്കൂടിയ സ്നീക്കേഴ്സിൽ ചെളി പറ്റി. രാഘവൻ മേനോൻ അതൊന്നും കാര്യമാക്കിയില്ല. അദ്ദേഹം ഓരോ കടകളിലേക്കും കൗതുകത്തോടെ നോക്കി. പഴയകാല ഓർമ്മകൾ ഐവരുകയായിരുന്നു അദ്ദേഹം. വഴിയോരത്ത് നിരത്തിവച്ചിരിക്കുന്ന പഴയ ഗ്രാമഫോണുകൾ, ഓട്ടുപാത്രങ്ങൾ, തടിയിൽ തീർത്ത ശില്പങ്ങൾ, ഓരോന്നിനും ഓരോ കഥ പറയാനുണ്ടായിരുന്നു. അവരൊരു പഴയ ആന്റിക് ഷോപ്പിലേക്ക് കയറി. പൊടി പിടിച്ചെങ്കിലും പ്രൗഢിയൊട്ടും കുറയാത്ത സാധനങ്ങൾ തിങ്ങി നിറഞ്ഞ കട. കടയ്ക്കുള്ളിലെ ഫാനുകൾ മെല്ലെയാണ് കറങ്ങിക്കൊണ്ടിരുന്നത്. "ഡാഡ്, നമുക്ക് പോകാം. ഇവിടെ ശ്വാസം മുട്ടുന്നു." മാളവിക അസ്വസ്ഥതയോടെ കയ്യിലുള്ള ചെറിയ ഫാൻ മുഖത്തേക്ക് പിടിച്ചു. "ഒരു മിനിറ്റ് മാളു, നോക്ക്, ഇതൊരു അപൂർവമായ നിലവിളക്കാണ്." രാഘവൻ മേനോൻ ഒരു ഓട്ടുവിളക്ക് ഉയർത്തി നോക്കി. അതിൽ പറ്റിയിരുന്ന പൊടി കളയാനായി അദ്ദേഹം പോക്കറ്റിൽ നിന്ന് തന്റെ തൂവാല വലിച്ചെടുത്തു. ആ നിമിഷം അദ്ദേഹത്തിന്റെ ശ്രദ്ധ മുഴുവൻ ആ വിളക്കിലായിരുന്നു. തൂവാല വലിച്ചെടുത്ത കൂട്ടത്തിൽ പോക്കറ്റിലുണ്ടായിരുന്ന തുകൽ പേഴ്സ് പാന്റിൽ നിന്ന് തെന്നിമാറി താഴെ വീണു. പഴയ തറയിൽ വീണ ശബ്ദം പുറത്തെ ബഹളത്തിനിടയിൽ ആരും കേട്ടില്ല. "ഡാഡ്, ഇനിയും ഇവിടെ നിന്നാൽ ഞാൻ തല കറങ്ങി വീഴും." മാളവികയുടെ ശബ്ദത്തിൽ ദേഷ്യം കലർന്നു തുടങ്ങി. മകളുടെ നിർബന്ധം സഹിക്കാനാവാതെ രാഘവൻ മേനോൻ ആ വിളക്ക് തിരികെ വെച്ചു. "ശരി, നമുക്ക് പോകാം." അവർ ധൃതിയിൽ കടയിൽ നിന്നിറങ്ങി. തിരക്കിനിടയിലൂടെ നടന്ന് കാറിൽ കയറുമ്പോൾ തന്റെ വിലപിടിക്കുന്ന രേഖകളും പണവും അടക്കുന്ന പേഴ്സ് ആ പഴയ കടയുടെ തറയിൽ അനാഥമായി കിടക്കുന്നത് രാഘവൻ മേനോൻ അറിഞ്ഞില്ല.
മാളവിക താമസിക്കുന്ന പഞ്ചനക്ഷത്ര ഹോട്ടലിന്റെ ആകാശം മുട്ടെ നിൽക്കുന്ന കെട്ടിടത്തിനു പിന്നിൽ കായലോരത്ത് ചതുപ്പുനിലത്തിൽ ഒതുങ്ങിപ്പോയ ഒരു ലോകമുണ്ടായിരുന്നു. നഗരത്തിന്റെ മാലിന്യങ്ങളൊഴുകിയെത്തുന്ന ഓടകൾക്കടികിലുള്ള സൂര്യ കോളനി. പേരിൽ മാത്രമേ സൂര്യനുള്ളൂ, അവിടെ ജീവിതങ്ങൾക്കെന്നും ഇരുട്ടായിരുന്നു. ആ കോളനിയുടെ ഒരു മൂലയിൽ നീല ടാർപോളിൻ ഷീറ്റ് വലിച്ചുകെട്ടിയ ചോർന്നൊലിക്കുന്ന ഒരു കൂരയിലായിരുന്നു 12 വയസ്സുകാരൻ അപ്പുവും കുടുംബവും താമസിച്ചിരുന്നത്. അന്ന് സന്ധ്യയ്ക്ക് വീട്ടിലെ മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ അപ്പു സ്കൂൾ പുസ്തകം വായിക്കുകയായിരുന്നു. അരികിൽ അവന്റെ അനിയത്തി 6 വയസ്സുകാരി കുഞ്ഞുമോൾ ഒരു കീറിയ പായയിലിരിക്കുന്നുണ്ടായിരുന്നു. ചേട്ടാ, ഇന്നെന്റെ പിറന്നാളാന്ന് ടീച്ചർ പറഞ്ഞു, കുഞ്ഞുമോൾ മെല്ലെ പറഞ്ഞു. അടുക്കളയിൽ പാത്രം കഴുകിയായിരുന്ന അമ്മ സാവിത്രി അത് കേട്ടൊന്ന് നെടുവീർപ്പിട്ടു. വീടുകളിൽ പണിക്കുപോയി കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് സാവിത്രി ആ കുടുംബം പുലർത്തുന്നത്. അപ്പുവിന്റെ അച്ഛൻ മരിച്ചിട്ട് 3 വർഷമായി. ചേട്ടാ, ഇന്നെനിക്ക് പായസം ഉണ്ടാക്കി തരുവോ? കുഞ്ഞുമോൾ പ്രതീക്ഷയോടെ ചോദിച്ചു. അവളുടെ കണ്ണിൽ തിളക്കമുണ്ടായിരുന്നു. സാവിത്രിയുടെ കൈകൾ വിറച്ചു. അരി വാങ്ങാൻ പോലും തികയാത്ത പണമേ കയ്യിലുള്ളൂ. മകളുടെ ചെറിയ ആഗ്രഹം പോലും സാധിച്ചു കൊടുക്കാൻ കഴിയാത്ത അമ്മയുടെ നിസ്സഹായ അവസ്ഥ അവരുടെ തൊണ്ടയിലൊരു കരച്ചിലായി തടഞ്ഞു നിർത്തി. ഇല്ല മോളെ, അടുത്ത തവണയാകട്ടെ. ഇപ്പോൾ അമ്മയുടെ കയ്യിൽ കാശില്ല. അവർ മുഖം തിരിച്ചു. കണ്ണീർ മകൾ കാണാതിരിക്കാൻ അവർ ഇരുട്ടിലേക്ക് മാറി നിന്നു. കുഞ്ഞുമോളുടെ മുഖം വാടി. അപ്പുവിനത് കണ്ടു നിൽക്കാനായില്ല. അവൻ മെല്ലെ എഴുന്നേറ്റ് മുറിയുടെ മൂലയിൽ ഒളിപ്പിച്ചു വച്ചിരുന്ന ഒരു പഴയ ബിസ്ക്കറ്റ് ടിന്നെടുത്തു. കഴിഞ്ഞ 6 മാസമായി സ്കൂളിൽ നടന്നുപോയും ഉച്ചഭക്ഷണം ഒഴിവാക്കിയും അവൻ സുരുക്കൂട്ടിയ ചില്ലറ നാണയങ്ങൾ അതിലുണ്ട്. അവൻ ആ ടിൻ കുലുക്കി നോക്കി. കില കില എന്ന ശബ്ദം. ആ ശബ്ദത്തിൽ കുഞ്ഞുമോളുടെ സന്തോഷമുണ്ടെന്ന് അവന് തോന്നി. അമ്മേ, വിഷമിക്കണ്ട, ഇത് മതിയാവും. കുറച്ച് ശർക്കരയും തേങ്ങയും വാങ്ങാൻ ഞാനിപ്പോൾ പോയി വാങ്ങിവരാം. നമുക്ക് കുഞ്ഞുമോൾക്ക് പായസം വയ്ക്കാം. സാവിത്രി അത്ഭുതത്തോടെ അപ്പുവിനെ നോക്കി. ഇത്ര ചെറിയ പ്രായത്തിൽ അവൻ കാണിക്കുന്ന പക്വത അവരെ അത്ഭുതപ്പെടുത്തി. അവർ അവനെ ചേർത്ത് പിടിച്ചു. ശരി മോനെ, നീ പോയി വാ, സൂക്ഷിക്കണം. അപ്പു ആവേശത്തോടെ പുറത്തേക്കിറങ്ങി. സമയം സന്ധ്യ മയങ്ങിത്തുടങ്ങിയിരുന്നു. അവൻ കടയിലേക്കുള്ള എളുപ്പവഴിയായ ജൂതത്തെരുവിന്റെ പിൻവശത്തുകൂടി ഓടി. അനിയത്തിയുടെ മുഖത്ത് വിരിയാൻ പോകുന്ന ചിരി മാത്രമായിരുന്നു അവന്റെ മനസ്സിൽ. പെട്ടെന്നാണ് വഴിയിലൊരു പഴയ ആന്റിക് ഷോപ്പിന്റെ മുന്നിൽ തെരുവു വിളക്കിന്റെ അരുണ്ട വെളിച്ചത്തിൽ ഒരെന്തോ തിളങ്ങുന്നത് അവൻ കണ്ടത്. അവൻ നിന്നു. കറുത്ത നിറമുള്ള തടിച്ച തുകൽ പേഴ്സ്. ആരും കാണാതെ അവൻ മെല്ലെ അത് കയ്യിലെടുത്തു. അതിന് നല്ല ഭാരമുണ്ടായിരുന്നു. ചുറ്റും ആരുമില്ല. ദൂരെ തെരുവിൽ തിരക്കൊഴിയുന്നു. അപ്പുവിന്റെ ഹൃദയം വേഗത്തിൽ ഇടിക്കാൻ തുടങ്ങി. ഇതാരുടേതാകും? ഗ്രാൻഡ് ഹയാത്തിലെ എയർ കണ്ടീഷൻ ചെയ്ത ആഡംബര മുറിയിൽ പക്ഷേ ചൂടുപിടിച്ച അന്തരീക്ഷമായിരുന്നു. മുറിയിലെ മേശപ്പുറത്തും കിടക്കയിലും സാധനങ്ങൾ വലിച്ചുവാരിയിട്ടിരിക്കുന്നു. രാഘവൻ മേനോൻ തന്റെ സൂട്ട്കേസുകളും ബാഗുകളും എല്ലാം ഒന്നൊന്നായി പരിശോധിച്ചു. ഇല്ല, എവിടെയുമില്ല. അദ്ദേഹം നിരാശയോടെ കസേരയിലേക്കിരുന്നു. നെറ്റിയിലെ വിയർപ്പുതുള്ളികൾ അദ്ദേഹം അമർത്തി തുടച്ചു. എന്റെ പാസ്പോർട്ട്, ക്രെഡിറ്റ് കാർഡുകൾ, പിന്നെ അത്യാവശ്യം പണവും എല്ലാം അതിലായിരുന്നു. അതിൽ കൂടുതൽ എനിക്ക് വിലപ്പെട്ടത് അതിലുണ്ടായിരുന്ന നിന്റെ അമ്മയുടെ ഫോട്ടോയാണ്. മാളവിക സോഫയിൽ കാലും കയറ്റിയിരുന്ന് കോഫി കുടിക്കുകയായിരുന്നു. അവളുടെ മുഖത്ത് ഒരു പുച്ഛം കലർന്ന ചിരിയുണ്ടായിരുന്നു. ഡാഡ്, ഞാൻ അന്നേ പറഞ്ഞതല്ലേ, ഇവിടം ലണ്ടനല്ല. ആ ക്രൗഡഡ് മാർക്കറ്റിൽ പോയപ്പോഴേ എനിക്കറിയാമായിരുന്നു എന്തെങ്കിലും പണി കെട്ടുമെന്ന്. അവിടെ തിക്കിത്തിരക്കി നടന്നവരിൽ ആരെങ്കിലും അത് അടിച്ചെടുത്തതാകും. ഈ നാട്ടിലെ ആളുകളെ വിശ്വസിക്കാൻ കൊള്ളില്ല. എല്ലാവരും കള്ളന്മാരാണ്. കണ്ടില്ലേ അവരുടെ നോട്ടങ്ങളൊക്കെ? മാളു, വെറുതെ ഓരോന്ന് പറയല്ലേ. ആരും എടുത്തതാകില്ല, എവിടെയെങ്കിലും വീണുപോയതാകും. രാഘവൻ മേനോൻ അവളെ തിരുത്താൻ ശ്രമിച്ചു. എങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിലും ആശങ്കയുടെ നിഴൽ വീണു. വീണുപോയതാണെങ്കിൽ പിന്നെ അത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുക വേണ്ട. കിട്ടുന്നവൻ അതും കൊണ്ട് മുങ്ങും. അല്ലാതെ തിരിച്ചു തരാൻ മാത്രം നന്മയൊന്നും ആർക്കും ഉണ്ടാവില്ല. അവൾ ഉറപ്പിച്ചു പറഞ്ഞു. നമുക്ക് പോലീസിനെ വിളിക്കാം, പക്ഷേ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. അതേസമയം നഗരത്തിന്റെ മറുഭാഗത്ത് സൂര്യ കോളനിയിലെ മങ്ങിയ വെളിച്ചത്തിൽ അപ്പുവിന്റെ കൈകൾ വിറയ്ക്കായിരുന്നു. അവൻ ആ തുകൽ പേഴ്സ് മെല്ലെ തുറന്നു. അവന്റെ കണ്ണുകൾ വിടർന്നുപോയി. 2000-ന്റെയും 500-ന്റെയും വോട്ടുകെട്ടുകൾ. ജീവിതത്തിൽ ഇന്നുവരെ അവൻ ഇത്രയും പണം ഒന്നിച്ചു കണ്ടിട്ടില്ല. കൂടാതെ തിളങ്ങുന്ന കുറെ കാർഡുകൾ. അമ്മേ! അവന്റെ ശബ്ദം തൊണ്ടയിൽ കുടുങ്ങി. ഇത് നോക്ക്! സാവിത്രി അടുക്കളയിൽ നിന്ന് ഓടിവന്നു. പേഴ്സിലെ പണം കണ്ടതും അവരുടെ മുഖം വിളറി. അപ്പു, ഇതേതാ? നിനക്കെവിടെ നിന്ന് കിട്ടി? വഴിയിൽ നിന്ന് കിട്ടിയതാ അമ്മേ, ആ ആന്റിക് ഷോപ്പിന്റെ മുന്നിൽ നിന്ന്. അപ്പു ആവശ്യത്തോടെ പറഞ്ഞു. അമ്മേ, ഇത് നോക്ക്! നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം തീർന്നു. കുഞ്ഞുമോൾക്ക് പുതിയ ഉടുപ്പ് വാങ്ങാം, ചോരുന്ന മേൽക്കൂര മാറ്റാം, അമ്മയ്ക്ക് മരുന്ന് വാങ്ങാം. അപ്പുവിന്റെ വാക്കുകളിൽ ദാരിദ്ര്യം നൽകിയ അത്യാർത്തിയുണ്ടായിരുന്നു. ആ പണം കയ്യിലിരിക്കുമ്പോൾ അവന് വല്ലാത്തൊരു ധൈര്യം തോന്നി. ഒരു നിമിഷം അവൻ ആ പണത്തിൽ തന്റെ കുടുംബത്തിന്റെ ഭാവി കണ്ടു. പക്ഷേ സാവിത്രി അപ്പുവിന്റെ കയ്യിൽ നിന്ന് ആ തുകൽ പേഴ്സ് വാങ്ങി മടക്കിവെച്ചു. അവരുടെ മുഖത്ത് ഗൗരവം നിറഞ്ഞു. അപ്പു, മോഹിക്കരുത്. ഇത് നമ്മുടേതല്ല, മറ്റൊരാളുടെ വിയർപ്പാണ്. അർഹിക്കാത്ത സമ്പത്ത് വിഷത്തിന് തുല്യമാണ്. അത് നമ്മളെ നശിപ്പിക്കുകയുള്ളൂ.
പക്ഷേ അമ്മേ, ഇത് വഴിയിൽ നിന്ന് കിട്ടിയതല്ലേ, നമ്മൾ മോഷ്ടിച്ചതൊന്നുമല്ലല്ലോ. അപ്പു വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഇത് ദൈവം തന്നതാണെങ്കിലോ? സാവിത്രി മകന്റെ തോളിൽ പിടിച്ചു അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. മോനെ, ഇത് നഷ്ടപ്പെട്ട ആൾ ഇപ്പോൾ എത്ര വിഷമിക്കുന്നുണ്ടാകും. ഒരു പക്ഷേ ആശുപത്രിയിൽ കൊടുക്കാൻ വെച്ച പണമാകും, അല്ലെങ്കിൽ മകളുടെ കല്യാണത്തിന് കരുതിയതാകും. അവരുടെ കണ്ണീർ വീണ പണം കൊണ്ട് നമ്മൾ പായസം വെച്ചാൽ അതിന് രുചിയുണ്ടാവില്ല. നമ്മുടെ പട്ടിണിയാണ് വലുത്, കള്ളന്മാരെന്ന പേരിനേക്കാൾ. അപ്പു തല താഴ്ത്തി. കുഞ്ഞുമോൾ മൂലയിലിരുന്ന് ഇതൊന്നും മനസ്സിലാക്കാതെ അവനെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. അമ്മ പറഞ്ഞതാണ് ശരി, ആരുടെയും സങ്കടം കൊണ്ട് തങ്ങൾ സന്തോഷിക്കാൻ പാടില്ല. അവൻ പേഴ്സ് കയ്യിലെടുത്തു. അവന്റെ ഉള്ളിലെ അത്യാഗ്രഹം കെട്ടടങ്ങി. പകരം ഒരു ദൃഢനിശ്ചയം അവിടെ നിറഞ്ഞു. ഇത് തിരിച്ചു കൊടുക്കണമേ. സാവിത്രിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവർ മകനെ ചേർത്തു പിടിച്ച് നെറ്റിയിൽ ഉമ്മ വെച്ചു. ഇതാണെന്റെ മോൻ, ഇതാണ് യഥാർത്ഥ സമ്പത്ത്. കയ്യിലുള്ള പേഴ്സ് ഭദ്രമായി ഏൽപ്പിക്കണം. അതിനായി ആരുടേതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പു മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിലേക്ക് പേഴ്സ് നീക്കിപ്പിടിച്ച് അതിന്റെ ഉള്ളറകൾ പരിശോധിച്ചു. പണത്തിനും കാർഡുകൾക്കും ഇടയിൽ നിന്ന് കട്ടിയുള്ള സുവർണലിപികളിൽ പേരെഴുതിയ ഒരു കാർഡ് അവന് കിട്ടി. രാഘവൻ മേനോൻ, ചെയർമാൻ, മേനോൻ ഗ്രൂപ്പ്, ലണ്ടൻ. കാർഡിൽ നിന്ന് ഒരു പ്രത്യേകതരം സുഗന്ധം വരുന്നുണ്ടായിരുന്നു. അതിലൊരു ഫോൺ നമ്പറും. താഴെ പെൻസിൽ കൊണ്ട് എഴുതിയ മറ്റൊരു നമ്പറും ഉണ്ടായിരുന്നു. അത് ഹോട്ടലിന്റെ നമ്പറായിരിക്കണം. അമ്മേ, ഇതിൽ നമ്പറുണ്ട്. ഞാൻ ഇപ്പോൾ തന്നെ പോയി വിളിച്ചു പറയാം. അപ്പു എഴുന്നേറ്റു. ഇപ്പോഴോ? നേരം ഇരുട്ടിയില്ലേ മോനെ? സാവിത്രി ആശങ്കയോടെ ചോദിച്ചു. സാരമില്ല അമ്മേ, ആരെങ്കിലും ഇത് അന്വേഷിച്ച് വിഷമിച്ചിരിക്കുകയാകും. എത്രയും വേഗം അറിയിക്കണം. അപ്പു പുറത്തേക്ക് ഓടി. കോളനിയിലെ ഇടവഴികൾ ഇരുളറിഞ്ഞിരുന്നു. ദൂരെ തെരുവ് വിളക്കുകൾ മിന്നുന്ന ജംഗ്ഷനിലേക്ക് അവൻ കിതച്ചുകൊണ്ടോടി. വഴിയരികിൽ തെരുവുപട്ടികൾ കുരയ്ക്കുന്നുണ്ടായിരുന്നു. അതൊന്നും വകവയ്ക്കാതെ അവൻ ഓടി. ജംഗ്ഷനിലെ ദാസപ്പൻ ചേട്ടന്റെ പെട്ടിക്കടയോട് ചേർന്നാണ് STD ബൂത്ത്. അപ്പു അവിടെ എത്തുമ്പോൾ ദാസപ്പൻ ചേട്ടൻ കടയുടെ ഷട്ടർ പകുതി താഴ്ത്തിയിരുന്നു. ചേട്ടാ, നിൽക്കണേ, ഒരു കോൾ. അപ്പു കിതച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞു. ദാസപ്പൻ ചേട്ടൻ നീരസത്തോടെ തല പുറത്തേക്കിട്ടു. കട അടച്ചു അപ്പു, ഇനി നാളെ. പ്ലീസ് ചേട്ടാ, അത്യാവശ്യമാണ്, ഒരു ജീവന്റെ കാര്യമാണ്. അപ്പു നുണ പറഞ്ഞു. അല്ലെങ്കിൽ അയാൾ സമ്മതിക്കില്ലെന്നവനറിയാമായിരുന്നു. വേഗമാകട്ടെ, കയ്യിൽ കാശുണ്ടല്ലോ അല്ലേ? വെറുതെ വിളിക്കാൻ നിൽക്കണ്ട, ഇന്ന് കളക്ഷൻ കുറവാ. ദാസപ്പൻ ചേട്ടൻ കർക്കശക്കാരനായിരുന്നു. അപ്പുവിന്റെ കൈകൾ പാന്റിന്റെ പോക്കറ്റിലേക്ക് പോയി. അവിടെ തണുത്തുറഞ്ഞ ലോഹനാണയങ്ങൾ അവനെ സ്പർശിച്ചു. മാസങ്ങളായി അവൻ സ്വരുകൂട്ടിയ നിധി, കുഞ്ഞുമോളുടെ പായസം, അവളുടെ മുഖത്തെ ചിരി. ഒരു നിമിഷം അവന്റെ മനസ്സ് പിടഞ്ഞു. ഈ പണം കൊടുത്താൽ കുഞ്ഞുമോൾ കാത്തിരിക്കുകയാണ്. അവൾക്ക് കൊടുക്കാമെന്ന് ഏറ്റ വാക്കുകൾ. പക്ഷെ ഈ പേഴ്സ് തിരികെ നൽകേണ്ടത് അതിനേക്കാൾ വലിയ കാര്യമാണ്. അർഹിക്കാത്തത് ആഗ്രഹിക്കരുതെന്ന അമ്മയുടെ വാക്കുകൾ അവന്റെ കാതിൽ മുഴങ്ങി. അപ്പുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ ആ നാണയങ്ങൾ വാരിയെടുത്ത് ദാസപ്പൻ ചേട്ടന്റെ ഗ്ലാസ് മേശ പുറത്തുവെച്ചു. കിലുകില എന്ന ശബ്ദം. ആ ശബ്ദം കേട്ടപ്പോൾ അവന്റെ ഹൃദയം നുറുങ്ങുന്ന വേദന അവന് തോന്നി. ഇതുണ്ട് ചേട്ടാ. അവൻ വിറയ്ക്കുന്ന വിരലുകൾ കൊണ്ട് ഡയലറിലെ അക്കങ്ങൾ അമർത്തി. ഓരോ റിങ്ങിനും അവന്റെ നെഞ്ചിടിപ്പ് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹലോ, ഗ്രാൻഡ് ഹയാത്ത്. മറുതലക്കിൽ ഒരു സ്ത്രീയുടെ ശബ്ദം. അത് സാർ, ഒരു പേഴ്സ്. അപ്പുവിന് വാക്കുകൾ കിട്ടിയില്ല. മലയാളത്തിൽ മറുപടി പറയണോ അതോ ഇംഗ്ലീഷിലോ എന്ന് അവൻ സംശയിച്ചു. ആരാണ്? എന്തു വേണം? അപ്പുറത്ത് അല്പം ഗൗരവം കലർന്നു. രാഘവൻ മേനോൻ സാറിന്റെ പേഴ്സ് എനിക്ക് കിട്ടി. അവൻ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർത്തു. അപ്പുറത്ത് നിശബ്ദത. പിന്നെ ഒരാൾ ആവേശത്തോടെ സംസാരിച്ചു. ഹലോ, ആരാണ്? പേഴ്സ് കിട്ടിയോ? എവിടെയാണ്? അത് രാഘവൻ മേനോന്റെ ശബ്ദമായിരുന്നു. അപ്പു താൻ നിൽക്കുന്ന സ്ഥലം പറഞ്ഞു. താൻ അവിടെ കാത്തു നിൽക്കാമെന്നും പറഞ്ഞു. ഫോൺ വെക്കുമ്പോൾ അവന്റെ കയ്യിൽ ഒന്നുമുണ്ടായിരുന്നില്ല. പായസത്തിന്റെ മധുരം നഷ്ടപ്പെട്ടെങ്കിലും മനസ്സിൽ വല്ലാത്തൊരു ഭാരം ഒഴിഞ്ഞുപോയതുപോലെ തോന്നി. സത്യസന്ധതയുടെ മധുരത്തിന് പായസത്തേക്കാൾ രുചിയുണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞു. രാത്രി 10 മണി. ഹോട്ടൽ ലോബി ഒരു സ്വർണ്ണദ്വീപ് പോലെ തിളങ്ങി നിൽക്കുകയായിരുന്നു. വലിയ ചില്ലുവാതിലുകൾക്ക് മുന്നിൽ ആഡംബര കാറുകൾ വന്നു നിന്നു. അതിൽ നിന്നിറങ്ങുന്നവർ അത്ഭുത ലോകത്തെത്തിയതുപോലെ അകത്തേക്ക് നടന്നു.
അപ്പു ഗേറ്റിനു മുന്നിൽ മടിച്ചു നിന്നു. അവന്റെ മുഷിഞ്ഞ വസ്ത്രങ്ങളും വിയർത്ത മുഖവും ആ ആഡംബരത്തോട് ചേരുന്നില്ലെന്ന് അവന് തോന്നി. അവൻ പേഴ്സ് തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവൻ ഗേറ്റിനടുത്തേക്ക് ചെന്നതും യൂണിഫോം ധരിച്ച മീശ പിരിച്ച സെക്യൂരിറ്റിക്കാർ അവനെ തടഞ്ഞു. എടാ, നിർത്ത്, എങ്ങോട്ടായി പാതിരാത്രി? സെക്യൂരിറ്റിക്കാരന്റെ ശബ്ദത്തിൽ അധികാരത്തിന്റെ കടുപ്പമുണ്ടായിരുന്നു. ഇത് പിള്ളാർക്ക് കളിക്കാനുള്ള സ്ഥലമല്ല, സ്ഥലം വിട്ടേക്ക്. സാറേ, ഞാൻ കളിക്കാൻ വന്നതല്ല, രാഘവൻ മേനോൻ സാറിനെ കാണണം. അപ്പു ഭയത്തോടെയെങ്കിലും ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. സെക്യൂരിറ്റിക്കാർ പരസ്പരം നോക്കി ചിരിച്ചു. രാഘവൻ മേനോനെയോ? നീയാരാ? അദ്ദേഹത്തിന്റെ ബന്ധുവാണോ? ഒരാൾ പരിഹാസത്തോടെ ചോദിച്ചു. ഇവിടെ ഭിക്ഷ ചോദിക്കാൻ സമ്മതിക്കില്ല, വേഗം പൊയ്ക്കോ. ഞാൻ ഭിക്ഷ ചോദിക്കാൻ വന്നതല്ല, സാറിന്റെ ഒരു സാധനം എന്റെ കയ്യിലുണ്ട്, അത് തിരിച്ചു കൊടുക്കാൻ വന്നതാ. അപ്പു പേഴ്സ് ഉയർത്തി കാണിച്ചു. ഒരു നിമിഷം സെക്യൂരിറ്റിക്കാരന്റെ നോട്ടം ആ തുകൽ പേഴ്സിൽ ഉടക്കി. അത് വിലപിടിപ്പുള്ളതാണെന്ന് ഒറ്റ നോട്ടത്തിൽ അറിയാം. ഇങ്ങോട്ട് തന്നേക്ക്, ഞാൻ ഏൽപ്പിച്ചോളാം. സെക്യൂരിറ്റിക്കാരൻ കൈനീട്ടി. നീ ഇനി അത് കൊടുക്കാനാണെന്ന വ്യാജേന അകത്ത് കയറി വല്ലതും മോഷ്ടിക്കാനാണോ പരിപാടി? ഇല്ല, ഞാൻ നേരിട്ടേ കൊടുക്കൂ, അതാ സാറിനോട് പറഞ്ഞിരിക്കുന്നത്. അപ്പു പേഴ്സ് മുറുകെ പിടിച്ചു. എടാ, നിനക്ക് തല്ലുകൊള്ളണോ? സെക്യൂരിറ്റിക്കാരൻ ലാത്തി ഓങ്ങി. അപ്പോഴാണ് ഹോട്ടലിന്റെ ചില്ലുവാതിലുകൾ തുറന്ന് രാഘവൻ മേനോനും മാളവികയും പുറത്തേക്ക് വന്നത്. ഫോൺ കോൾ വന്നതുമുതൽ രാഘവൻ മേനോൻ ആകാംക്ഷയോടെ കാത്തുനിൽക്കുകയായിരുന്നു. എന്താ അവിടെ ബഹളം? രാഘവൻ മേനോന്റെ ഗാംഭീര്യമുള്ള ശബ്ദം കേട്ടതും സെക്യൂരിറ്റിക്കാർ പിന്മാറി സല്യൂട്ട് ചെയ്തു. സാർ, ഈ ചെക്കൻ ഇവൻ സാറിനെ കാണണമെന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കുന്നു, സെക്യൂരിറ്റി പറഞ്ഞു. രാഘവൻ മേനോൻ അപ്പുവിനെ നോക്കി. ഭയന്ന് വിറച്ചു നിൽക്കുന്ന മെലിഞ്ഞ ഒരു ബാലൻ. അവന്റെ കയ്യിൽ തന്റെ പേഴ്സ്. നീയാണോ എന്നെ വിളിച്ചത്? രാഘവൻ മേനോൻ ചോദിച്ചു. അപ്പു തലയാട്ടി. അവൻ മെല്ലെ പേഴ്സ് നീട്ടി. ഇതാ സാർ, വഴിയിൽ നിന്ന് കിട്ടിയതാ. രാഘവൻ മേനോൻ ആശ്വാസത്തോടെ അത് വാങ്ങി. അദ്ദേഹം പണമല്ല, അതിനുള്ളിലെ ഫോട്ടോയാണ് ആദ്യം നോക്കിയത്. അതവിടെ ഭദ്രമായി ഉണ്ട്. താങ്ക് ഗോഡ്. അദ്ദേഹം നെടുവീർപ്പിട്ടു. എന്നാൽ മാളവികയുടെ പ്രതികരണം വേറെയായിരുന്നു. അവൾ സംശയത്തോടെ അപ്പുവിനെ ഒഴിഞ്ഞു നോക്കി. ഡാഡ്, വെറുതെ ഇമോഷണൽ ആകല്ലേ. ആദ്യം ക്യാഷ് ഉണ്ടോ എന്ന് എണ്ണി നോക്ക്. ഇവനൊക്കെ അത് തിരിച്ചു തന്നത് വെറുതെയല്ല. അതിൽ നിന്ന് പണം എടുത്തു മാറ്റിയിട്ട് കാർഡുകൾ മാത്രം തിരിച്ചു തന്ന് നല്ല പിള്ള ചമയാൻ വന്നതാകും. മാളവികയുടെ വാക്കുകൾ അപ്പുവിന്റെ നെഞ്ചിൽ ഒരു മുള്ളുപോലെ തറച്ചു. അവൻ നിസ്സഹായതയോടെ രാഘവൻ മേനോനെ നോക്കി. ചേച്ചി, ഞാനതിൽ നിന്ന് ഒരു രൂപ പോലും എടുത്തിട്ടില്ല. അപ്പുവിന്റെ ശബ്ദമിടറി. എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, അർഹിക്കാത്തതെടുത്താൽ കൈ പൊള്ളുമെന്ന്. അതുകൊണ്ട് മാത്രമാണ് ഈ രാത്രി ഇത്രയും ദൂരം നടന്ന് ഞാൻ വന്നത്. മാളവിക പുച്ഛത്തോടെ ചിരിച്ചു. നല്ല തിരക്കഥ. ഡാഡ്, ഇവനൊരു 100 രൂപ കൊടുത്ത് വിട്ടേക്ക്, അതാകും ഇവൻ പ്രതീക്ഷിക്കുന്നത്. അപ്പുവിനത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അവൻ തലയുയർത്തി പറഞ്ഞു. എനിക്ക് നിങ്ങളുടെ പണം വേണ്ട. സത്യസന്ധത പണം കൊടുത്ത് വാങ്ങാൻ കിട്ടില്ല ചേച്ചി. അവൻ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. ആ നടത്തത്തിൽ ഒരു രാജാവിൻ്റേതിനേക്കാൾ വലിയ അന്തസ്സുണ്ടായിരുന്നു. രാഘവൻ മേനോൻ സ്തബ്ധനായി നിന്നുപോയി. തന്റെ മകൾക്കില്ലാത്തെന്തോ ഒന്ന് ആ ചേരിയിലെ ബാലനുണ്ടെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. നിൽക്കുമോനെ, രാഘവൻ മേനോൻ വിളിച്ചു പറഞ്ഞു. നീ ഇങ്ങനെ ഇരുട്ടത്ത് നടന്നു പോകണ്ട, വാ, ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവിടാം. രാഘവൻ മേനോന്റെ നിർബന്ധത്തിന് വഴങ്ങി മനസ്സില്ലാ മനസ്സാടെയാണ് മാളവിക ആ ബെൻസ് കാറിന്റെ പിൻസീറ്റിൽ കയറിയത്. മുന്നിൽ അപ്പു ഇരുന്നു, അവന് വഴി കാണിച്ചു കൊടുക്കാൻ. കാർ ഹോട്ടലിന്റെ ഗേറ്റ് കടന്ന് മെയിൻ റോഡിലേക്ക് ഇറങ്ങി. നഗരത്തിന്റെ വർണ്ണപ്പഴിക്കുള്ള തെരുവുകൾ പിന്നിലാക്കി കാർ മുന്നോട്ട് നീങ്ങി. പതുക്കെ പതുക്കെ തെരുവു വിളക്കുകളുടെ വെളിച്ചം കുറഞ്ഞു തുടങ്ങി. ഇതെങ്ങോട്ടാണ് പോകുന്നത്? മാളവിക അസ്വസ്ഥതയോടെ പുറത്തേക്ക് നോക്കി. ഇവിടെയെല്ലാം ആകെ ഇരുട്ടാണല്ലോ. കാർ സൂര്യ കോളനിയുടെ കവാടത്തിലേക്ക് തിരിഞ്ഞു. ടാർ ചെയ്യാത്ത കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെ ബെൻസ് കാർ കുലുങ്ങി നീങ്ങി. വഴിയരികിൽ കെട്ടിക്കിടക്കുന്ന മലിനജലത്തിന്റെ രൂക്ഷമഗന്ധം കാറിനുള്ളിലേക്ക് അരിച്ചെത്തി. മാളവിക മൂക്കുപൊത്തി. ഓ മൈ ഗോഡ്, ഇതെന്ത് സ്ഥലമാണ് ഡാഡ്? ഇവിടെ മനുഷ്യർ താമസിക്കുന്നുണ്ടോ? അവളുടെ സ്വരത്തിൽ അറപ്പുണ്ടായിരുന്നു. കാറിന്റെ ഹെഡ്ലൈറ്റ് വെളിച്ചത്തിൽ വഴിയരികിൽ നിരത്തിവച്ചിരിക്കുന്ന ചെറിയ കുടിലുകൾ തെളിഞ്ഞു. തുരുമ്പെടുത്ത തകിര ഷീറ്റും കീറിയ പ്ലാസ്റ്റിക്കും കൊണ്ട് മറച്ച വീടുകൾ. ആ വെളിച്ചം കണ്ട് ചിലർ വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കി. അത്രയും വലിയൊരു കാർ അവിടെ അപൂർവമായിരുന്നു. ഇവിടെ നിർത്താം സാർ, അപ്പു ഡ്രൈവറോട് പറഞ്ഞു. കാർ ഒരു ചെറിയ കുടിലിന് മുന്നിൽ നിന്നു. അപ്പു വേഗത്തിൽ കാറിൽ നിന്നും ഇറങ്ങി. താങ്ക്സ് സാർ, അവൻ പറഞ്ഞു. രാഘവൻ മേനോനും കാറിൽ നിന്നും ഇറങ്ങി. വാ മാളു, നമുക്കും ഇറങ്ങാം. നോ വേ ഡാഡ്, ഞാൻ ഈ ചെളിയിലിറങ്ങില്ല. മാളവിക പ്രതിഷേധിച്ചു. പ്ലീസ് മാളു, ഒരു 5 മിനിറ്റ്, ആ കുട്ടിയുടെ അമ്മയൊന്ന് കാണണം. രാഘവൻ നിർബന്ധിച്ചു. അവൾ വെറുപ്പോടെ പുറത്തിറങ്ങി. അവളുടെ വിലപിടിക്കുന്ന ഷൂസ് ചെളിയിൽ താഴ്ന്നു. അവൾ മുഖം ചുളിച്ചു. മുന്നിലുള്ള കാഴ്ച അവളെ സ്തംഭിപ്പിച്ചു കളഞ്ഞതായിരുന്നു.
4 തൂണുകളിൽ വലിച്ചുകെട്ടിയ നീല ടാർപോളിൻ ഷീറ്റ്, അതിനുള്ളിൽ മങ്ങി കത്തുന്ന ഒരു മണ്ണെണ്ണ വിളക്ക്, കാറ്റ് വീശിയാൽ പറന്നു പോകാവുന്ന ഒരു കൂര. അതിനു മുന്നിലാണ് തന്റെ അച്ഛന്റെ കോടികൾ വിലമതിക്കുന്ന കാറ് കിടക്കുന്നത്. ആ വൈരുദ്ധ്യം അവളെ ഒന്ന് പിടിച്ചുലച്ചു. അപ്പു ഓടിച്ചെന്ന് വീടിനുള്ളിലേക്ക് കയറി. സാവിത്രിയും കുഞ്ഞുമോളും വാതിൽക്കൽ കാത്തുനിൽപ്പുണ്ടായിരുന്നു. അമ്മേ, അപ്പു വിളിച്ചു. സാവിത്രി ഓടിവന്ന് അവനെ കെട്ടിപ്പിടിച്ചു. അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എവിടെയായിരുന്നു മോനെ? നീ വരാൻ വൈകിയപ്പോൾ ഞാൻ ഭയന്നുപോയി. ഞാൻ ആ പേഴ്സ് തിരിച്ചു കൊടുത്തമ്മേ. ദാ, ആ സാറ് വന്നിട്ടുണ്ട്. അപ്പു രാഘവൻ മേനോനെ ചൂണ്ടിക്കാണിച്ചു. രാഘവൻ മേനോനും മാളവികയും ആ കുടിലിന്റെ വാതിൽക്കലെത്തി. വിളക്കിന്റെ വെളിച്ചത്തിൽ സാവിത്രിയുടെ മെലിഞ്ഞ രൂപം അവർ കണ്ടു. കീറിയ വസ്ത്രമാണ് അവർ ധരിച്ചിരുന്നത്. സാവിത്രി കൈകൂപ്പി. നമസ്കാരം സാർ. എന്റെ മോൻ, അവൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ? ഇല്ല സഹോദരി, നിങ്ങളുടെ മകൻ ഒരു തെറ്റും ചെയ്തില്ല. അവൻ ചെയ്തത് വലിയൊരു കാര്യമാണ്. രാഘവൻ മേനോന്റെ ശബ്ദമിടറി. അപ്പോൾ മൂലയിലിരുന്ന കുഞ്ഞുമോൾ എഴുന്നേറ്റുള്ളുന്നു. അവൾ അപ്പുവിന്റെ കയ്യിൽ പിടിച്ചു. ചേട്ടാ, പായസം. അവളുടെ നിഷ്കളങ്കമായ ചോദ്യം അവിടെ മുഴങ്ങി. അപ്പുവിന്റെ മുഖം മങ്ങി. അവൻ തല താഴ്ത്തി നിന്നു. ഒരു നിമിഷം അവിടെ നിശബ്ദത പടർന്നു. അത് മോളെ. അപ്പു പരിങ്ങി. സാവിത്രി അപ്പുവിനെ നോക്കി. നീ പൈസ എന്തു ചെയ്തു അപ്പു? പായസത്തിനുള്ള സാധനങ്ങൾ വാങ്ങില്ലേ? അപ്പു സാവധാനം പറഞ്ഞു. അമ്മേ, ആ പൈസ അത് ഞാൻ ഫോൺ വിളിക്കാൻ കൊടുത്തു. ഈ സാറിനെ വിളിക്കാൻ വേറെ വഴിയില്ലായിരുന്നു. ആ വാക്കുകൾ ഒരിടിത്തീ പോലെയാണ് മാളവികയുടെ കാതുകളിൽ വീണത്. അവൾ തരിച്ചുപോയി. തന്റെ ജന്മദിനത്തിന് ലക്ഷങ്ങൾ പൊടിക്കാൻ നിൽക്കുന്ന താൻ ഇവിടെ ഒരു നേരത്തെ മധുരത്തിനു വേണ്ടി സ്വരുകൂട്ടിയ ചില്ലറ തുട്ടുകൾ, അതാണ് ആ കുട്ടി തന്റെ അച്ഛന്റെ പേഴ്സ് തിരിച്ചു തരാൻ വേണ്ടി ത്യജിച്ചത്. മാളവികയുടെ ഉള്ളിലെ അഹങ്കാരത്തിന്റെ കോട്ടകൾ തകർന്നു വീഴുകയായിരുന്നു. ആ പ്ലാസ്റ്റിക് കൂരയ്ക്ക് താഴെ നിൽക്കുമ്പോൾ ആഡംബരത്തിന്റെ കണക്കുകൾക്ക് പ്രസക്തിയില്ലാതായി. ആ ചെറിയ കുടിലിനുള്ളിൽ അപ്പോൾ ഘനീഭവിച്ച നിശബ്ദതയ്ക്ക് വാക്കുകളെക്കാൾ അർത്ഥമുണ്ടായിരുന്നു. മാളവികയുടെ കണ്ണുകൾ ആ ചെറിയ മുറിയിലൂടെ സഞ്ചരിച്ചു. ചുവരിൽ തൂക്കിയിട്ട പഴയ കലണ്ടർ, കീറിയ പായ, മണ്ണെണ്ണ വിളക്കിന്റെ മങ്ങിയ വെളിച്ചം. പക്ഷേ അവളുടെ കണ്ണുകൾ ഉടക്കിയത് അപ്പുവിന്റെയും കുഞ്ഞുമോളുടെയും മുഖത്തായിരുന്നു. ഒരു തരി പൊന്നുപോലും ദേഹത്തില്ലെങ്കിലും അവരുടെ കണ്ണുകളിലെ സത്യസന്ധതയുടെ തിളക്കം വജ്രത്തെക്കാൾ ശോഭയുള്ളതായിരുന്നു. അപ്പു, മാളവികയുടെ ശബ്ദമിടറി. അതുവരെ പുച്ഛത്തോടെ നോക്കിയ ആ ചേച്ചി തന്റെ പേര് വിളിക്കുന്നത് കേട്ട് അപ്പു തലയുയർത്തി നോക്കി. മാളവികയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകുകയായിരുന്നു. ഞാൻ വിചാരിച്ചത് നീ പണം മോഹിച്ചു വന്നതാണെന്നാണ്. പക്ഷെ നീ... അവൾക്ക് വാക്കുകൾ പൂർത്തിയാക്കാനായില്ല. തന്റെ 18ാം ജന്മദിന ആഘോഷത്തിനു വേണ്ടി താൻ ഡിസൈൻ ചെയ്ത ഗൗണിന്റെ വില മാത്രം മതിയാകും ഇവർക്കൊരു നല്ല വീട് വയ്ക്കാൻ. താൻ ഒരു ദിവസം കൂട്ടുകാരുമായി ചിലവഴിക്കുന്ന തുക മതിയാകും ഇവരുടെ ഒരു വർഷത്തെ പട്ടിണി മാറ്റാൻ. പണമുണ്ടായിട്ടും തനിക്കില്ലാത്ത മനസ്സ്, ഒന്നുമില്ലാത്ത ഈ കുട്ടിക്ക് എവിടെ നിന്ന് കിട്ടി? മാളവിക മെല്ലെ കുനിഞ്ഞ് തറയിലിരുന്ന കുഞ്ഞുമോളിന്റെ അടുത്തേക്ക് നീങ്ങി. അവളുടെ വിലപിടിപ്പുള്ള വസ്ത്രം ആ മണ്ണിൽ മുട്ടുന്നത് അവൾ കാര്യമാക്കിയില്ല. മോളുടെ പേരെന്താ? അവൾ ചോദിച്ചു. കുഞ്ഞുമോൾ. അവൾ നാണത്തോടെ അമ്മയുടെ സാരിത്തുമ്പിലൊളിച്ചു. മാളവിക തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വില കൂടിയ ബ്രേസ്ലെറ്റ് ഊരി. ഇന്നലെ മോളുടെ പിറന്നാള്, ചേച്ചിക്കൊന്നും കൊണ്ടുവരാൻ പറ്റിയില്ല, ഇത് വെച്ചോളൂ. സാവിത്രി അത് തടയാൻ ശ്രമിച്ചു. വേണ്ട മോളെ, അത് വലിയ വിലയുള്ളതല്ലേ. അല്ല അമ്മേ, നിങ്ങളുടെ മകൻ കാണിച്ച ത്യാഗത്തിനു മുന്നിൽ ഇതിനൊന്നും ഒരു വിലയുമില്ല, മാളവിക പറഞ്ഞു. അവൾ ആ ബ്രേസ്ലെറ്റ് കുഞ്ഞുമോളിന്റെ കയ്യിൽ അണിയിച്ചു. പിന്നെ അവൾ എഴുന്നേറ്റ് അപ്പുവിന്റെ നേരെ തിരിഞ്ഞു. അവൾ കൈകൂപ്പി. എന്നോട് ക്ഷമിക്കണം അപ്പു, ഞാൻ നിന്നെ കള്ളനെന്ന് വിളിച്ചു, നിന്നെ സംശയിച്ചു. പക്ഷെ യഥാർത്ഥത്തിൽ ദരിദ്രൻ ഞാനാണ്. പണം കൊണ്ടു മാത്രം പണക്കാരായ ഞങ്ങളെക്കാൾ എത്രയോ മുകളിലാണ് നീ. രാഘവൻ മേനോൻ അത്ഭുതത്തോടെ തന്റെ മകളെ നോക്കി. ലണ്ടനിലെ ആഡംബരത്തിൽ വളർന്ന അഹങ്കാരിയായ തന്റെ മകളാണോ ഈ നിൽക്കുന്നത്? കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമം, ഒരു ദരിദ്ര ബാലൻ, അവരുടെ കണ്ണുകൾ തുറപ്പിച്ചിരിക്കുന്നു. ഡാഡ്, മാളവിക അച്ഛനെ നോക്കി. എനിക്ക് നാളത്തെ പാർട്ടി വേണ്ട. ആ കാശുകൊണ്ട് നമുക്കിവരെ സഹായിക്കണം, പ്ലീസ്. അവരുടെ ഉള്ളിലെ ആത്മാർത്ഥത കണ്ട് രാഘവൻ മേനോന്റെ കണ്ഠമിടറി. അദ്ദേഹം മകളെ ചേർത്തു പിടിച്ചു. തീർച്ചയായും മോളെ, നീ ഇന്ന് പഠിച്ചതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠം. പുറത്തു മഴ ചാരാൻ തുടങ്ങിയിരുന്നു.
പക്ഷെ ആ കുടിലിനുള്ളിൽ അപ്പോൾ സ്നേഹത്തിന്റെ വല്ലാത്തൊരു കുളിർമ പെയ്യുകയായിരുന്നു. പിറ്റേന്ന് രാവിലെ ഗ്രാൻഡ് ഹയാത്തിലെ ബോൾ റൂമിൽ പാർട്ടിക്കുള്ള അലങ്കാരങ്ങൾ തുടങ്ങേണ്ട സമയമായിരുന്നു. പക്ഷെ മാളവിക അതെല്ലാം വേണ്ടെന്ന് വെച്ചിരുന്നു. അവൾ തന്റെ ഹോട്ടൽ മുറിയിൽ അച്ഛനോടൊപ്പം ഇരുന്നു. ഡാഡ്, ആ ഇവന്റ് മാനേജ്മെന്റ് ടീമിനെ ക്യാൻസൽ ചെയ്തല്ലോ അല്ലേ? ചെയ്തു മോളെ. പക്ഷേ നിനക്ക് വിഷമമില്ലല്ലോ, നിന്റെ 18ാം ജന്മദിനമല്ലേ? രാഘവൻ മേനോൻ ചോദിച്ചു. മാളവിക പുഞ്ചിരിച്ചു. ഇല്ല ഡാഡ്, ഇന്നലെ വരെ എനിക്ക് വിഷമം ഉണ്ടായിരുന്നിനെ. പക്ഷെ ഇന്നെനിക്ക് അതിനേക്കാൾ വലിയൊരു സന്തോഷം കിട്ടാനുണ്ട്. അവർ വീണ്ടും ആ കോളനിയിലേക്ക് യാത്ര ചെയ്തു. ഇത്തവണ രാത്രിയിലെ ഇരുട്ടല്ല, പകലിന്റെ വെളിച്ചത്തിൽ കോളനി കുറച്ചുകൂടെ വ്യക്തമായി കണ്ടു. ചുറ്റുമുള്ള ദാരിദ്ര്യം പകൽ വെളിച്ചത്തിൽ കൂടുതൽ പ്രകടമായിരുന്നു. അപ്പുവിന്റെ കുടിലിനു മുന്നിൽ കാറ് നിന്നു. അപ്പുവും സാവിത്രിയും അത്ഭുതത്തോടെ നോക്കി. മാളവിക കയ്യിലൊരു കവറുമായി ഇറങ്ങി. അവൾ സാവിത്രിയുടെ അടുത്തേക്ക് ചെന്നു. അമ്മേ, ഇതെന്റെ വക ഒരു ചെറിയ സമ്മാനം. സാവിത്രി ആ കവർ തുറന്നു നോക്കി. അതൊരു ബാങ്ക് ചെക്കായിരുന്നു. വലിയൊരു തുക, ഒപ്പം കുറച്ച് രേഖകളും. ഇത് സാവിത്രി വിറച്ചു. ഇത് അപ്പുവിന്റെയും കുഞ്ഞുമോളുടെയും പഠനത്തിനുള്ള ചെലവാണ്. പിന്നെ ഇവിടെ ഈ ചോർന്നൊലിക്കുന്ന കൂര മാറ്റി നല്ലൊരു വീട് വെക്കാനുള്ള പണവും, രാഘവൻ മേനോൻ പറഞ്ഞു. കൂടാതെ എന്റെ കൊച്ചിയിലെ ഓഫീസിൽ സാവിത്രിക്കൊരു ജോലിയും ഏർപ്പാടാക്കിയിട്ടുണ്ട്. നാളെ മുതൽ ജോയിൻ ചെയ്യാം. അപ്പുവിന്റെ കണ്ണുകൾ വിടർന്നു. അവന് വിശ്വസിക്കാനായില്ല. സാർ, ഇതൊന്നും ഔദാര്യമല്ല മോനെ. രാഘവൻ മേനോൻ അവന്റെ തോളിൽ തട്ടി. നീ കാണിച്ച സത്യസന്ധതയ്ക്ക് ലോകം നൽകുന്ന ബഹുമാനമാണ്. നീ പഠിക്കണം, മിടുക്കനാകണം. മാളവിക അപ്പുവിന്റെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. അപ്പു, നീ ഇന്നലെ എന്നെ ഒരു വലിയ പാഠം പഠിപ്പിച്ചു. പണത്തേക്കാൾ വലുത് നന്മയാണെന്ന്. അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ബർത്ത്ഡേ ഗിഫ്റ്റ്. അതിനു പകരമായി ചേച്ചിക്ക് തരാൻ കഴിയുന്നത് ഇതാണ്. അപ്പുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. അവനൊന്നും പറയാനാകാതെ മാളവികയുടെ കൈകളിൽ പിടിച്ചു. ആ കോളനിയിൽ അന്നൊരു പുതിയ സൂര്യൻ ഉദിച്ചതുപോലെയായിരുന്നു. 2 ദിവസത്തിനു ശേഷം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് മടങ്ങുമ്പോൾ മാളവിക വിമാനത്തിന്റെ ജനലിലൂടെ താഴേക്ക് നോക്കി. കൊച്ചി നഗരം ഒരു ചെറിയ പൊട്ടുപോലെ മറയുന്നു. ഇത്തവണ അവരുടെ ബാഗിൽ വിലപിടിപ്പുള്ള സമ്മാനങ്ങളോ ഷോപ്പിംഗ് ചെയ്ത സാധനങ്ങളോ ഉണ്ടായിരുന്നില്ല. പക്ഷെ അവരുടെ മനസ്സ് നിറയെ സന്തോഷമായിരുന്നു. അതൊരു സ്വർണ്ണമാലയ്ക്കും നൽകാൻ കഴിയാത്ത തിളക്കം അവരുടെ മുഖത്തിന് നൽകി. അവൾ അച്ഛനെ നോക്കി പുഞ്ചിരിച്ചു. താങ്ക് യു ഡാഡ്, എനിക്കെന്റെ നാടിനെ കാണിച്ചു തന്നതിന്. വിമാനം മേഘങ്ങൾക്കിടയിലേക്ക് ഉയർന്നു. താഴെ എവിടെയോ ഒരു പുതിയ വീട്ടിലിരുന്ന് അപ്പു പഠിക്കുന്നുണ്ടാകും, അവന്റെ സത്യസന്ധത നൽകിയ വെളിച്ചത്തിൽ. ഒരാൾ ചെയ്യുന്ന ചെറിയൊരു നന്മ അനേകം ജീവിതങ്ങളിൽ വെളിച്ചം വീശും. യഥാർത്ഥ സമ്പത്ത് ബാങ്ക് ബാലൻസിലല്ല, ഹൃദയത്തിലെ നന്മയിലാണ്.